ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വറുത്തരച്ചൊരു തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യല്, നല്ലൊരു വീഡിയോ ആണ്. അതിനായിട്ട് 4 കിഴങ്ങ്, 3 മീഡിയം സൈസ് സവോള, ഒരു കുഞ്ഞ് തക്കാളി, 2 വെണ്ടയ്ക്ക, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ സ്വാദിഷ്ടകരമായ തീയൽ തയ്യാറാക്കാൻ വേണ്ടുന്ന പച്ചക്കറികൾ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 സ്പൂണോളം വലിയ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും പൊട്ടി തുടങ്ങിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കിഴങ്ങ് കഴിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഈ വെളുത്തുള്ളി ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്, വളരെ ടേസ്റ്റുമാണ് കേട്ടോ. പിന്നീട് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ടാണ് ഇത് വഴറ്റുന്നത് കേട്ടോ, സെപ്പറേറ്റ് ഒന്നുമല്ല. കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളക്, കറിവേപ്പില, വെണ്ടയ്ക്ക ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീയൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പച്ചക്കറികളൊന്നും തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കരുത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ആവിയിലാണ് ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ആവിയിലിരുന്ന് വേകട്ടെ. ഇനി തേങ്ങ തിരുമ്മി ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് 4-5 കുഞ്ഞുള്ളി, ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ വറക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ചട്ടിയിലിട്ട് വറുത്ത് തുടങ്ങാവൂ. കാരണം പെട്ടെന്ന് നമുക്ക് തേങ്ങ മൂത്ത് കിട്ടും, അല്ലെങ്കിൽ വളരെ താമസമായിരിക്കും തേങ്ങ മൂത്ത് വരാൻ. പിന്നീട് 1 സ്പൂണോളം പച്ചമല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. തീയലിന് പച്ചമല്ലി ചേർക്കുന്നതും ഈ വറ്റൽമുളക് ചേർത്ത് ഈ തേങ്ങ വറക്കുന്നത് വളരെ ടേസ്റ്റാണ്. അല്ലാതെ നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ടീസ്പൂൺ അളവാണ് എടുത്തേക്കുന്നത്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ചളവിന് ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി. ഇത്രയുമാണ് പൊടികളായിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെ തേങ്ങ എല്ലാം മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ അവസ്ഥ എന്തായെന്ന് നോക്കി. നല്ല വാടി സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തീയൽ ഇവിടെ റെഡിയാണ്. അപ്പം ഫുള്ളായിട്ട് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇത്രയും ദിവസം ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുടെ ഫാമിലിയുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അരപ്പെല്ലാം ഇട്ട് നന്നായിട്ട് പച്ചക്കറിയിൽ നന്നായിട്ട് നമുക്ക് ചേർത്ത് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച പിഴിപുളിയാണിത് കേട്ടോ. പുളിവെള്ളവും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ശേഷം ജാറ് തന്നെ കഴുകി അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ജാറ് നന്നായിട്ട് കഴുകി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ലോ ഫ്ലെയിമിലൊന്ന് വെച്ചേക്കാം കേട്ടോ. കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് തീയൽ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം വെന്ത് സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പരുവമാണ് തീയലിൻ്റെ കറക്റ്റ് പാകം കേട്ടോ.
നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം ചാറൊന്നുമില്ല, നല്ലൊരു ഗ്രേവി ടൈപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ രാവിലെ തന്നെ തീയലിൻ്റെ കൂടെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഏതേലും മീൻ വറക്കുന്നത്. അപ്പോൾ എനിക്ക് മീൻ കറിയെക്കാട്ടിൽ തീയലിൻ്റെ കൂടെ കഴിക്കാൻ മീൻ വറുത്തതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ചൂട ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.